ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു പായസക്കഥ കേൾക്കാം. അങ്ങനെ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഓണമൊക്കെ കഴിഞ്ഞ് ഓണം പർച്ചേസിങ്ങിൻ്റെ ഭാഗമായി ഞങ്ങൾ പർച്ചേസ് ചെയ്ത നമ്മുടെ ഈസ്റ്റ് വണ്ടെ പാൽപ്പായസം മിക്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു വൈകുന്നേരമായപ്പോൾ എന്ത് ചെയ്തു, ഒരു പായസം വെക്കാമെന്ന് കരുതി. ഇപ്പോഴൊക്കെ നമുക്ക് പായസം വെക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. മിക്സ് വാങ്ങുക, പാൽ തിളപ്പിക്കുക, ഇടുക, ഒന്നും വേണ്ട. ഏലക്ക, അണ്ടിപ്പരിപ്പ് എല്ലാം അതിലുണ്ടാവും. വാങ്ങി വെക്കുന്ന സമയത്ത് ഒരു സ്പൂൺ നെയ്യ് ചേർക്കുക. സിമ്പിൾ പരിപാടി. ആദ്യമൊക്കെ പായസം വെക്കുക എന്ന് പറഞ്ഞാൽ പാല് വാങ്ങണം, സേമിയ വാങ്ങണം, പിന്നെ സേമിയ വറുക്കണം, നെയ്യിൽ വറുക്കണം. അതിന് പുറമെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്ക കുത്തിയിടണം, അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്ത് കോരി വെക്കണം. എന്നിട്ട് ഈ സേമിയ തിളയ്ക്കുന്നവരെ കാത്ത് ഇങ്ങനെ നിൽക്കണം. ജവ്വരി കുതിരണം, ജവ്വരി വേവണം, അങ്ങനെ ഒരുപാട് പണിയുണ്ട്. ഇപ്പം നമുക്കതൊന്നുമില്ല. ഇത് നമ്മുടെ സിമ്പിൾ മെത്തേഡിലാണ് ഇപ്പോൾ നമ്മൾ പായസം വെക്കുന്നത്. പിന്നെ പണ്ട് കാലത്ത് ഞാനൊക്കെ ചെറുതാകുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ പായസം വെക്കുക എന്ന് പറഞ്ഞാൽ ആ പരിസരത്ത് തന്നെ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാവരോടും പറയും, വരുന്നവരോടും പോകുന്നവരോടും നിൽക്കുന്നവരോടും ഇലയോടും മുള്ളിനോടും എല്ലാം പറയും, ഇന്ന് എൻ്റെ വീട്ടിൽ പാൽപ്പായസമാണ് കേട്ടോ, ഇന്ന് എൻ്റെ വീട്ടിൽ പാൽപ്പായസമാണേ, എല്ലാവരോടും പറയും. ഇപ്പം നമുക്കതൊന്നും വലിയ പുതുമയുള്ള കാര്യങ്ങളല്ല. പക്ഷെ ഞാൻ എന്ന് പായസം വെക്കുമ്പോഴും ഈ കഥ ഞാൻ എപ്പോഴും പറയാറുണ്ട്. എൻ്റെ വീട്ടിൽ പായസം വെക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ എല്ലാവരോടും പറയും, പായസം ആവാൻ വേണ്ടി ഞാനും എൻ്റെ അനിയനും ഇങ്ങനെ കാത്ത് നിൽക്കും. എൻ്റെ മക്കളോട് പറയും. അപ്പോൾ അവരെന്നോട് പറയുന്നത്, ഉമ്മാൻ്റെ പായസക്കഥ തുടങ്ങി, പായസം വെക്കുമ്പോൾ എന്തിനാ എപ്പോഴും ഈ പായസക്കഥ പറയുന്നേ എന്ന് ചോദിക്കാറുണ്ട്. ഹലോ ഗൈസ്, എൻ്റെ ഉമ്മ വീട്ടിൽ എപ്പോഴും പായസം വെക്കുമ്പോഴും ഈ പായസക്കഥ പറയാറുണ്ട്. ഈ പായസക്കഥ കേട്ടിട്ടാണ് നമ്മളിവിടെ പായസം കുടിക്കാൻ പോകുന്നത്. അതെ, എപ്പോഴും അവർക്ക് എന്നെ കളിയാക്കാൻ വേണ്ടിയുള്ളൊരു പറച്ചിലാണ്, ഉമ്മാൻ്റെ പായസക്കഥ സ്റ്റാർട്ടായി എന്ന്. പക്ഷേ അതൊരു ഓർമ്മ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല അവർക്ക്. കാരണം അത്രത്തോളം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് വല്ല പെരുന്നാൾക്കോ ഓണം അങ്ങനെയുള്ള സമയങ്ങൾക്ക് മാത്രമാണ് വീട്ടിൽ പായസം വെക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല, എന്ന് മിക്സ് വാങ്ങിയോ അന്ന് പായസം വെക്കലാണ്. അപ്പോൾ എന്തായാലും എൻ്റെ പായസ കുട്ടികൾക്ക് ഞാൻ ഈ പായസക്കഥയും പറഞ്ഞ് പായസം കൊടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ പായസം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ പായസമാണ്. അപ്പോൾ എല്ലാവരും പായസം കുടിച്ചിട്ടുണ്ടാവും. എല്ലാവരും പായസം കുടിക്കുക, ഓണമൊക്കെ നന്നായി ആഘോഷിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇത്രയൊക്കെ തന്നെയുള്ളൂ ഞങ്ങളുടെ പായസക്കഥ. അപ്പോൾ ഞങ്ങളുടെ പായസക്കഥ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു ഗൈസ്. അപ്പോൾ എത്ര പേർക്ക് ഇങ്ങനെ ഓരോ പാചകങ്ങൾ ചെയ്യുമ്പോൾ ഓരോ ഡിഷിനോട് എന്തൊക്കെ കഥകളുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള കഥകൾ ഞങ്ങൾക്ക് പല ഡിഷുകളിനോടും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഓരോ ദിവസം നമുക്ക് ഓരോ കഥയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാം അല്ലേ. അപ്പോൾ ഞങ്ങളുടെ പായസക്കഥ ഇഷ്ടമായോ നിങ്ങൾക്ക്? പായസക്കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും ഈവനിങ് ചായ ടൈമിൽ ഞങ്ങൾ പായസമാണ് ഇന്ന് കുടിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം. താങ്ക് യു.